ആ ഇന്നൊരു ഡാലി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂവാണത്. അങ്ങനെ ഇതാ മഞ്ഞ പേപ്പർ എടുക്കുന്നു, കുനുകുന കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതൊരു പേപ്പർ സ്റ്റോയിലേക്ക് വെറുതെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ നല്ലൊരു ഡാലിയ പൂവായിരുന്നു. വയലറ്റ് കളർ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതാ 1 സെന്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അത് ആ പെറ്റൽസിന്റെ ആകൃതിയിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു പെൻ വെച്ചിട്ട് വെറുതെ ഒന്ന് അതുപോലെ ചുരുട്ടി കൊടുത്തു. എന്നിട്ട് ആ യെല്ലോയുടെ മോളേക്കട ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കളർ പേപ്പർ ഫുൾ എടുത്തു, മടക്കി കൊടുത്തു. അതിനുശേഷം അതൊരു 3ആയി കട്ട് ചെയ്തു. അത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒരു 3 പെറ്റൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. നേരത്തെ ചെയ്ത ആ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. അതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചെറിയ ചെറിയ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ഇത്രയും എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 എണ്ണം ഉണ്ടാവും. അത് നമ്മൾ റോസ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്ലാസിൻ്റെ ചുറ്റും വെച്ചിട്ട് പശയൊക്കെ തേച്ചിട്ട്. ഒരു കളർ ഒന്നും ആയില്ല കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ കളർ പേപ്പർ എടുത്തു, വീണ്ടും അതേപോലെ കട്ട് ചെയ്തു. എന്നിട്ട് ഒട്ടിച്ചെടുത്തപ്പോൾ കുറച്ചെങ്കിലും ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തു. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇറക്കി വെച്ച് ഇതുപോലെ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? നല്ല അസലൊരു ആമ്പൽപ്പൂവായി. അങ്ങനെ ഡാലി ഉണ്ടാക്കാനിരുന്നിട്ട് ആമ്പൽപ്പൂ ഉണ്ടാക്കിയ ഞാൻ. എനിക്കാണെങ്കിൽ ജലദോഷവും പിടിച്ചു, സൗണ്ടും പോയി, ആകെ വയ്യാണ്ടായി. എന്തായാലും ഒരു അല്പം ആശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഞാൻ ചെയ്യും. എന്തായാലും ഒരു ആമ്പൽപ്പൂവായി. എന്നാൽ പിന്നെ അതിനൊരു മുട്ടുമൂടി ചെയ്തേക്കാന്ന് വിചാരിച്ചു. കളർ പേപ്പർ കട്ട് ചെയ്തു, ഏതൊക്കെയോ രീതിയിൽ എന്തൊക്കെയോ ചെയ്തു. ഒരു മുട്ടുണ്ടാക്കാൻ നോക്കി, അതും പാളിപ്പോയി, ഫുള്ള് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒരു ഇലയൊക്കെ കട്ട് ചെയ്ത് ലുക്കാക്കാൻ നോക്കി, പക്ഷെ എന്തോ ഒരു കാര്യമായിട്ടങ്ങൊന്നും ഒത്തില്ല. അപ്പോളേ ആമ്പൽപ്പൂ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഈ രീതി ഫോളോ ചെയ്തോട്ടോ. പക്ഷെ മുട്ട് പാളിപ്പോയി. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അടുത്തത് വരുന്ന ഒരു നല്ലൊരു വീഡിയോ തന്നെയാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.